ഞാനേ ചില വീട്ടമ്മമാർക്ക് രാവിലെ തൊട്ട് ദേഷ്യം വരുന്ന കണ്ടിട്ടില്ലേ? രാവിലെ എണീക്കുമ്പോൾ തൊട്ട് അവർക്ക് ഒരു ഭയങ്കര ദേഷ്യമായിരിക്കും. എന്ത് കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യം വരും ഇല്ലേ? അതായത് രാവിലെ എണീറ്റ് അടുക്കളപ്പണിയൊക്കെ, പിള്ളേരൊക്കെ സ്കൂളിൽ പോകാനുള്ളവരാണെങ്കിൽ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു വിടാൻ അടുക്കളയിലെല്ലാം പണിയെല്ലാം ചെയ്ത് ഓടി വന്നു അവരെ വിളിച്ചെണീപ്പിക്കുമ്പോഴത്തേനും ആ മുറി കിടക്കണ കണ്ടിട്ടുണ്ട്, സങ്കടവും കൂടെ വരും. ബെഡ്ഷീറ്റ് ഒരു ഭാഗത്ത്, തലേണ വേറൊരു ഭാഗത്ത്, പുതപ്പ് വേറൊരു ഭാഗത്ത്, ഇവരിവിടെ കിടന്ന് വട്ടത്തിൽ കറങ്ങിയതുപോലെ കിടക്കും. ഏത് വശത്തേക്കാ തലാന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പാകാത്ത അവസ്ഥയായിരിക്കും ഇല്ലേ? അങ്ങനെ കിടക്കണ കാണാം. അത് കഴിയുമ്പോൾ അതെല്ലാം ഒന്ന് അടിക്ക് വിളിച്ചെണീപ്പിച്ച് ഒന്ന് നേരെ ഇട്ട് കഴിയുമ്പോഴായിരിക്കും തലേ ദിവസത്തെ പാൻറ് ഊരിയിട്ട് അതേന്ന് എങ്ങനെ ഇറങ്ങിപ്പോയി നമുക്ക് തോന്നും. അവർ നിൽക്കണതായിട്ട് കിടക്കും പാൻറ് ഇല്ലേ? അതേ ഷേപ്പിൽ തന്നെ ഇട്ടിട്ട് ഊരിയിട്ടിട്ട് ഇറങ്ങിപ്പോന്നേക്കണ കാണാം. അത് കഴിഞ്ഞ് അതൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേനും മിക്കവാറും സ്ത്രീകൾക്ക് ദേഷ്യം വരാൻ തുടങ്ങും പതുക്കെ പതുക്കെ. ഹസ്ബൻഡിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കണ്ടായിരിക്കും. വേറൊരു മുറിയുണ്ടെങ്കിൽ അവിടെയെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കണ്ടായിരിക്കും. അലമാരിയിലെ തുണിയെല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ മൊത്തം ഒരു പ്രശ്നങ്ങളായിരിക്കും അല്ലേ? ഇങ്ങനെ ദേഷ്യം വരാനൊരു കാരണം എന്നാണെന്നറിയാവോ? നമ്മുടെ എനർജി ലെവൽ ചെറുതായിട്ടൊന്ന് താന്നു പോകുന്നത് നമുക്ക് ദേഷ്യം വരാൻ കാരണം. അതായത് നമുക്ക് രാത്രി മുഴുവൻ നമ്മൾ വെറും വയറ്റിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിന് എനർജി കുറവായിരിക്കും. അപ്പം നമ്മൾ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ അറിയത്തൂല, നമുക്ക് വിശക്കൊന്നുമില്ല ആ സമയത്ത്. അപ്പം നമ്മളൊരു ചെറിയ കാപ്പിയോ ചായയോ എന്താണെന്ന് വെച്ചാൽ കുടിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം, ഒന്നെങ്കിൽ ബ്രെഡോ ഒരു പഴമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് കഴിക്കുന്നത് നല്ലതാട്ടോ. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ അത് ഷുഗർ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചുള്ള അവർക്ക് ക്രിസ്റ്റൽ ഓട്സ് ഒക്കെ, ഷുഗറില്ലാത്ത ഓട്സുകളൊക്കെ ഉണ്ട്, അത് കഴിക്കാം. അല്ലെങ്കിൽ ബദാം നട്ട്സൊക്കെ അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അത് ഒരു കഷ്ണം ബ്രെഡ് തിന്നാലും മതി. അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ കഴിക്കുക. അപ്പം എന്നു പറഞ്ഞാൽ അവർ എനർജി ലെവൽ കയറി വരും. അപ്പോൾ അവർക്കടെ ദേഷ്യം പെട്ടെന്നങ്ങ് കുറയും, ആ ക്ഷീണം പെട്ടെന്നങ്ങ് കുറയും. ചിലർക്ക് ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. ഒരു പ്രായം കഴിയുമ്പോൾ ചിലർക്ക് ഭയങ്കര വിശപ്പുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഭക്ഷണം ഒക്കെ കൃത്യമായിട്ട് കഴിക്കാൻ. ചിലർക്ക് വിശപ്പ് കുറവായിരിക്കും. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള ഭക്ഷണങ്ങളാട്ടോ കഴിക്കാവുള്ളൂ. അതപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കി, എന്നാണേലും എല്ലാവർക്കും ഉണ്ടാക്കുമല്ലോ നമ്മൾ ഭക്ഷണം. അപ്പം നമ്മൾ അത് രാവിലെ ഒന്ന് കഴിച്ചിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതൊന്ന് കഴിക്കുക. എന്നിട്ട് നമ്മൾ വീട് അടിച്ചു വാരി വൃത്തിയാക്കാൻ ശ്രമിക്കാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒന്നും കഴിക്കാതെ നമ്മൾ തുടങ്ങുമ്പോഴാണ് നമുക്ക് ദേഷ്യം പെട്ടെന്ന് വരുമോ സങ്കടമോ എനിക്ക് അറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. അതുകൂട്ടൊരു മാനസികാവസ്ഥയായിരിക്കും. അപ്പം അത് നമ്മൾ ചെയ്യുക. പിന്നെയുണ്ട്, നമ്മൾ പിന്നെ ചെന്ന് നോക്കുമ്പോൾ ഓരോ മുറി എന്നാൽ ക്ലീനാക്കി വെക്കാമെന്ന് ഓർത്ത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും അലമാരിയിൽ നമ്മളിങ്ങനെ തലേദിവസം അടുക്കി വെച്ചതിന് ഇങ്ങനെ അടുക്കി വെച്ചേക്കണതിൻ്റെ അടിയിന്ന് പിള്ളേർ ഒരൊറ്റ വലിയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുകളിലിരിക്കണം മുഴുവൻ അങ്ങ് ഉരുണ്ടിയാടും. ഉടനെ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ഒരൊറ്റ എടുത്തങ്ങ് തള്ളി അങ്ങ് വെക്കുക അലമാരിക്കകത്തേക്ക്. പിന്നെ നമ്മൾ ഒന്നാമത് തൊട്ട് അടുക്കേണ്ടി വരും. അപ്പോഴും നമുക്ക് ദേഷ്യം വരും അല്ലേ? അപ്പം നമ്മൾ അതങ്ങനെ വെച്ചാൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അടുക്കാൻ പോകാണ്ടിരിക്കുക നല്ലത്. എന്നും ഈ വലിച്ചു ചാടിച്ച് കുറേ ദിവസം ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ അത് അടുക്കി വെക്കാതിരിക്കുക. കുറേ ദിവസം കഴിയുമ്പോൾ അവരോട് പറയാം, നിങ്ങൾ അടുക്കി വയ്ക്കുക, നിങ്ങളുടെ ഡ്രസ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾ അടുക്കി വയ്ക്കുക എന്ന് പറഞ്ഞ് നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുക. നമ്മൾ കൊച്ചുനാൾ തൊട്ട് ഓരോന്ന് ശീലിപ്പിച്ചാൽ അതുപോലെ പിള്ളേർ ചെയ്യും കേട്ടോ. ശരിക്കൊന്നും ആയിരിക്കില്ല, എന്നാലും അവർക്ക് തോന്നിയ പോലെ എങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അലങ്കോലപ്പെട്ടിരിക്കുമ്പോൾ നേരെ ഇടാനൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം. രാവിലെ എണീറ്റ് ഇത് എന്നതാടാ, ഇത് കാള കൂട്ടിയ പോലെ കിടക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഇഷ്ടമുള്ളതൊക്കെ വായി തന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇട്ട് കൊടുത്തിട്ട് പോകും. അപ്പോൾ കുറച്ച് ദിവസം ആകുമ്പോൾ അവരത് ചെയ്യാൻ ശ്രമിക്കും. നേരെ വൃത്തിക്കൊന്നും വിരിച്ചില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരുന്നാലും ഒന്ന് ശ്രമിക്കുമെങ്കിലും അവർ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഭർത്താവിൻ്റെ ആണെങ്കിലും പറയണം, ഇത് ഇന്ന ചേട്ടാ ഇതിങ്ങനെ ഇട്ടേക്കണത്, ചേട്ടൻ ഇതൊന്ന് അടുക്കി വെച്ചിട്ട് ഇതെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യണേന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞൊക്കെ നോക്കണം. അപ്പം പുള്ളിക്കാരനും അതൊക്കെ ഒന്ന് എടുത്ത് അടുക്കി വെക്കാനൊരു ശ്രമം നടത്തും. അപ്പം എല്ലാം ഇങ്ങനെ ഒന്ന് ആദ്യം നമുക്ക് ആ ക്ഷീണം ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും കേട്ടോ. നമ്മുടെ ആ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം മെയിനായിട്ടും കഴിച്ചിരിക്കണം. പല സ്ത്രീകളും കഴിക്കില്ല, അവരൊരു 12 മണി 11 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കുന്നത്. ആ ശീലം തന്നെ മാറ്റിക്കളയണം. നമ്മളൊരു 7:30 8 കഴിക്കാൻ തന്നെ കൃത്യസമയത്തൊരു ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ചിന്ത തന്നെ വയ്ക്കുക. രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കില്ലാത്തവർക്കാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒന്ന് കഴിച്ചിരിക്കണം. അതേപോലെ സ്ത്രീകൾ തൈരൊക്കെ കൂട്ടണം, നല്ലതാട്ടോ.
അതൊക്കെ കൂട്ടണം. അങ്ങനെ നമ്മുടെ ആരോഗ്യം കാത്തില്ലേ പിന്നെ ഇവിടെ നമുക്ക് കാക്കാൻ സാധിക്കും. നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ മൊത്തം കുളമായി പോകും. അപ്പം അതിലും ഭേദമല്ലേ നമ്മുടെ ആരോഗ്യവും കൂടെ നമ്മൾ കാക്കണത് അല്ലേ. അപ്പം അതനുസരിച്ചുള്ള ഫുഡുകളും ഒക്കെ നമ്മളും കഴിക്കണം. നമ്മുടെ ആരോഗ്യം നിലനിർത്തണം. നമ്മുടെ മക്കൾക്കും നമ്മുടെ ഹസ്ബൻഡിനും ഒക്കെ താങ്ങും തണലുമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ വേണ്ടേ അല്ലേ. അപ്പം അതൊക്കെ അനുസരിച്ച് നല്ല ഫുഡൊക്കെ കഴിക്കണം. പിന്നെ നമ്മൾ ഓരോ മുറിയായിട്ട് അടുക്കി അടിച്ച് വാരി കൊണ്ടുവരിക. ഒരു 10 മണിയാകുമ്പോഴത്തേനും അല്ലെങ്കിൽ 10-10:30 ആകുമ്പോഴത്തേനും നമ്മുടെ പണി ഒട്ടുമിക്കതും നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ചു നേരം വിശ്രമിക്കണം. എല്ലാ സ്ത്രീകൾക്കും, എനിക്ക് ജോലിയില്ലാത്ത സ്ത്രീകളാണെങ്കിൽ അവർ രാവിലെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അവർ കുറച്ചു നേരം വിശ്രമിച്ചു എന്ന് ഓർത്തൊന്നും ഒരു കുഴപ്പമില്ല. പണ്ടൊക്കെ പറയും പകൽ കിടന്ന് ഉറങ്ങരുതെന്ന് പറയും. എന്നാലും ഒരു 10-20 മിനിറ്റ് നേരമൊക്കെ കിടക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ ക്ഷീണമൊന്ന് മാറിയിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് എണീറ്റ് വരാൻ സാധിക്കും. പിന്നെ നമ്മൾ ഡ്യൂട്ടി തുടങ്ങുമല്ലേ അല്ലേ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് മക്കൾ വരുന്ന സമയമാകും, അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, ഹസ്ബൻഡ് വരുന്ന സമയമാകും. അപ്പം നമ്മളൊരു ചെറിയ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ പണികളൊക്കെ ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ പിന്നെ തലേ ദിവസം രാവിലെ നമ്മൾ ഓടിപ്പിടിച്ച എന്താ പറയണ എല്ലാ കാര്യങ്ങളും ഓടിപ്പിടിച്ച് ചെയ്യാണ്ട് നമുക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസത്തേനുള്ള ഫുഡൊക്കെ അരിഞ്ഞു വെക്കാനുള്ള കറികളൊക്കെ ആണെങ്കിൽ അരിഞ്ഞു പെറുക്കിയൊക്കെ വെക്കാട്ടെ, എളുപ്പം ചെയ്യാൻ പാകത്തിന് അങ്ങനെയൊക്കെ ചെയ്യുക. ജോലിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ എളുപ്പമാണ്. പിന്നെ ഒരു ശനിയാഴ്ച ദിവസമൊക്കെ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെ കൊണ്ടോ അല്ലെങ്കിൽ മക്കളെ കൊണ്ടോ തേങ്ങയൊക്കെ ചെറിയ മസിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തേങ്ങ ചിരണ്ടിക്കും എൻ്റെ മക്കളെ കൊണ്ട്. എടാ മസിലൊക്കെ ഉണ്ടാവൂടാ, ഒന്ന് ചിരണ്ടി തന്നേടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അവന്മാർ തേങ്ങയൊക്കെ മുഴുവൻ ചിരണ്ടൂല, കുറച്ച് തേങ്ങ അതിനകത്ത് ഇരിക്കുക, എന്നാലും ബാക്കി ചിരണ്ടിയാൽ മതിയല്ലോ നമ്മൾ. അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ മക്കളെ കൊണ്ടും ചെയ്യിപ്പിക്കുക, സൂക്ഷിച്ച് ചെയ്യാൻ പറയുക, കൈയൊന്നും മുറിക്കാതെയൊക്കെ. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചിരണ്ടി എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഇല്ലേ. 2-3 ദിവസത്തേനുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചേക്കുവാണെങ്കിൽ അത് നമുക്ക് എടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ ഈസി പണിയാക്കുക. അല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടോ വഴക്ക് കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊന്നും പ്രതിവിധിയല്ല. നമ്മളെ ആരും മൈൻഡ് ചെയ്യില്ല. പിന്നെ എന്തിനാണ് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യം. നമ്മൾ ഒച്ചയും ബഹളം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും തുടങ്ങി എന്ന് പറയും. അത് കേൾക്കണേക്കാളും ഭേദമല്ലേ. മിക്ക വീട്ടിലും ഭാര്യമാർ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭർത്താക്കന്മാർ പറയും തുടങ്ങി രാവിലെ എന്ന് പറയും ഇല്ലേ. മക്കളും പറയും അയ്യോ തുടങ്ങി ഇന്ന് രാവിലെ എണീറ്റ് തുടങ്ങിയെന്ന് പറയും. ഇതൊക്കെ ഞാനും അനുഭവിച്ചിട്ടില്ല. ഞാനും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാനതുകൊണ്ട് നിർത്തി. പിന്നെ ഇത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവർ അത് ചെയ്യുകയില്ല. എന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും വലിച്ചു വാരി ഇട്ടിട്ട് പോകുന്നേ ഉള്ളൂ. കുറേ നേരം പറഞ്ഞു കഴിയുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യും. അതിലും ഭേദം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചെയ്യണമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ രാവിലത്തെ ഫുഡ് നിർബന്ധമായിരിക്കണം കേട്ടോ. അത് കഴിച്ചിട്ട് മാത്രം, അത് ഷുഗർ ഉള്ളവരോ അതനുസരിച്ചുള്ള പ്രഷറുള്ളവരൊക്കെ അതനുസരിച്ച് നോക്കിയിട്ടുള്ള ഫുഡുകൾ മാത്രമേ കഴിക്കാവുള്ളൂ. അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യം നോക്കുക, എന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഒരു നല്ലൊരു ദിവസമായിരിക്കും എല്ലാവർക്കും. അപ്പം നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പോൾ അന്നത്തെ ദിവസം അതേപോലെ നമ്മൾ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോൾ നല്ല പാട്ടുകളൊക്കെ കേട്ടോണ്ടോ നല്ല പ്രഭാഷണങ്ങൾ കേട്ടോണ്ടൊക്കെ അടുക്കളയിൽ പണിയുന്നത് നല്ലതാണ്. പിന്നെ വീടൊക്കെ അടിച്ചു വാരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നല്ല പാട്ടുകളിട്ട് കേട്ടിട്ട് നമുക്ക് ചെയ്യുമ്പം നമ്മൾ അതിലങ്ങ് ശ്രദ്ധ, നമുക്കിഷ്ടമുള്ള പാട്ടേ ഇടാവുള്ളൂ കേട്ടോ. അതൊക്കെ കേട്ടോണ്ട് നമ്മൾ വീടൊക്കെ അടിച്ചു വാരിയിടുക. പിന്നെ ചെയ്യാവുന്ന നമുക്കിഷ്ടമുള്ള ആരെങ്കിലും ഫോൺ വിളിച്ചോണ്ട് ചെയ്യാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള, അല്ലാണ്ട് നെഗറ്റീവ് പറയുന്നവരായിരിക്കരുത്. പോസിറ്റീവ് പറയുന്നത് നമ്മളോട് സ്നേഹമുള്ളവരുമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങനെ സ്പീക്കറിലിട്ടാണെങ്കിലും അടിച്ചു വാരി കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ആ ഫോൺ വിളിയുടെ ഇത് നിൽക്കും. 2 കൂട്ടർക്കും, വിളിക്കുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോഴത്തേനും ആ വീടിൻ്റെ പണിയെല്ലാം തീരും. പിന്നെ ഇച്ചിരി നേരം വിശ്രമിച്ചോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷമായിരിക്കും. പിന്നെ ഒരു കാര്യം, എക്സസൈസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മെഡിറ്റേഷനൊക്കെ ചെയ്യാനൊന്നും മറക്കരുത്. മെഡിറ്റേഷൻ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം, നല്ലതാണ്. ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ ഒക്കെ മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. അതൊക്കെ എളുപ്പമാണ്. ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അതല്ലാണ്ട് ഞാൻ അവരുടെ ക്ലാസ് കോഴ്സ് കൂടിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അതൊക്കെ ഭയങ്കര പോസിറ്റീവ്, നമ്മുടെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഒരു വലിയ പാടുള്ള പണിയൊന്നും അല്ലാതെ. ഞാനോർത്ത് ഈ മെഡിറ്റേഷനൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗികൾ പോലുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്ത്. അതൊന്നുമല്ല, സാധാരണക്കാർക്ക് ചെയ്യാവുന്ന മെഡിറ്റേഷനുകളുണ്ട്. ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അതൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം. കടിഞ്ഞാണില്ലാണ്ട് കുതിരയെ പോലെ ഓടുന്ന മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കണം. അപ്പം നമ്മൾ വിജയിച്ചു.
അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്നൊന്ന് ദേഷ്യം വരുമോ പെട്ടെന്ന് സങ്കടം വരുമോ ഒന്നുമില്ല. നമ്മൾ എപ്പോഴും പ്രസന്ന മുഖത്തോടു കൂടി ഇരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എപ്പോഴും ചിരിച്ച് സംസാരിക്കാനും ചിരിച്ച ഒരു പുഞ്ചിരിച്ച മുഖത്തോടെ നടക്കാനും ശ്രമിച്ചു നോക്കിയാൽ കുറച്ചും കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുഖത്ത് ഒരു ചിരി വരും. അട്ടഹാസമല്ല കേട്ടോ, അത് നമ്മൾ വട്ടായിട്ട് ചിത്രീകരിക്കും. അങ്ങനെയല്ല, നമ്മൾ ചെറിയ പുഞ്ചിരിയോട് കൂടി ഇരിക്കാം. എല്ലാവരോടും സംസാരിക്കുമ്പോഴും പുഞ്ചിരിയോട് കൂടിയൊക്കെ ഇരുന്ന് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കും. ഉറപ്പായ കാര്യമാണ്. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തു നോക്കി. അപ്പം രാവിലത്തെ ഫുഡ് മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം കേട്ടോ, അത് നിർബന്ധമാണ്. അത് കഴിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര എനർജിയാണ്. രാവിലെ ഫുഡ് 11 മണി 12 മണിയായിട്ട് കഴിക്കാനിരിക്കരുത്. രാവിലെ ഫുഡ് കഴിച്ചിരിക്കണം. അതൊരു 8 മണിക്ക് മുമ്പ് കഴിക്കണമാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെ ഒന്ന് ശീലിച്ച് നോക്കി. നല്ലൊരു ദിവസമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നമ്മൾ സ്ത്രീകൾക്കുള്ളതാണ്.